എട്ടാം ശമ്പള കമ്മീഷന് മുന്നിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ നിർണായക ആവശ്യങ്ങൾ സമർപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് കണക്കിലെടുത്ത് അടിസ്ഥാന ശമ്പളത്തിലും അലവൻസുകളിലും വലിയ വർധനവ് വേണമെന്നാണ് ആവശ്യം. ഇതോടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ 65% വരെ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ എട്ടാം ശമ്പള കമ്മീഷന് മുന്നിൽ നിർണായക ആവശ്യങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് കണക്കിലെടുത്ത് അടിസ്ഥാന ശമ്പളത്തിലും അലവൻസുകളിലും വലിയ വർധനവ് വേണമെന്നാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം. ഈ നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചാൽ ലെവൽ 1 ജീവനക്കാരുടെ ശമ്പളത്തിൽ 65% വരെ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 3 അംഗ കുടുംബ യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ശമ്പള ഘടന നിശ്ചയിക്കുന്നത്. എന്നാൽ ആശ്രിതരായ മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇത് 4.4 യൂണിറ്റ് ഉയർത്തണമെന്നാണ് ഓൾ ഇന്ത്യ നാഷണൽ പെൻഷൻ സിസ്റ്റം എംപ്ലോയീസ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. ഇതനുസരിച്ച് ഫിറ്റ്മെന്റ് ഫാക്ടർ 2.05-ൽ നിന്ന് 2.1 ഉയർത്തണമെന്നാണ് ആവശ്യം. മാത്രമല്ല, ക്ഷാമബത്ത 25%-ലെത്തുമ്പോൾ അത് അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കണമെന്ന നിർദ്ദേശവും ശക്തമാണ്. ഇത് ഭാവിയിലെ ശമ്പള പരിഷ്കരണങ്ങൾക്കും പെൻഷൻ കണക്കുകൂട്ടലുകൾക്കും കൂടുതൽ സ്ഥിരത നൽകും. വീട്ടുവാടക അലവൻസ്, യാത്രാ അലവൻസ് എന്നിവയിലും വൻ വർധനവാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. HRI നിരക്കുകൾ നഗരങ്ങളുടെ അടിസ്ഥാനത്തിൽ 40%, 35%, 30% എന്നിങ്ങനെയാക്കി ഉയർത്തണമെന്നും ഇത് ഭാവിയിലെ DA വർധനവുമായി ബന്ധിപ്പിക്കണമെന്നും ആവശ്യമുണ്ട്. നിലവിലെ യാത്രാ അലവൻസ് അപര്യാപ്തമാണെന്നും ലെവൽ 1 ജീവനക്കാർക്ക് കുറഞ്ഞത് 9,000 രൂപയെങ്കിലും ട്രാൻസ്പോർട്ട് അലവൻസായി നൽകുകയോ നിലവിലുള്ള തുക 3 ഇരട്ടിയാക്കുകയോ വേണമെന്നും നിർദ്ദേശമുണ്ട്. പുതിയ ശുപാർശകൾ യാഥാർത്ഥ്യമായാൽ ജീവനക്കാരുടെ വരുമാനത്തിൽ വലിയ വർധനവ് തന്നെയുണ്ടാകും. നിലവിൽ എക്സ് കാറ്റഗറി നഗരത്തിൽ ജോലി ചെയ്യുന്ന ഒരു ലെവൽ 1 ജീവനക്കാരന് അടിസ്ഥാന ശമ്പളവും DAയും HRIയും ട്രാൻസ്പോർട്ട് അലവൻസും ഉൾപ്പെടെ ഏകദേശം 37,080 രൂപയാണ് ലഭിക്കുക. എന്നാൽ സംഘടനകൾ ആവശ്യപ്പെട്ട 2.1 ഫിറ്റ്മെന്റ് ഫാക്ടറും ഉയർന്ന അലവൻസുകളും അംഗീകരിക്കപ്പെട്ടാൽ ഇത് 61,344 രൂപയായി വർദ്ധിക്കും. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. സംഘടനകൾ സമർപ്പിച്ച ശുപാർശകൾ എട്ടാം ശമ്പള കമ്മീഷൻ വിശദമായി പഠിച്ച ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.